ദൈവനാമത്തപ്പെടട്ടെ. എത്ര പേര് ഇന്ന് ഈ പകലിൽ ക്രിസ്തുവേശുവിൽ സന്തോഷമായിരിക്കുന്നു? എല്ലാവരും ക്രിസ്തുവേശുവിൽ സുഖവും ശുഭവുമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് ദാനിയേൽ 3:17 ഇങ്ങനെ വായിക്കുന്നു: ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് ഞങ്ങളെ വിടുവിപ്പാൻ കഴിയുമെങ്കിൽ അവൻ ഞങ്ങളെ എരിയുന്ന തീച്ചൂളയിൽ നിന്നും രാജാവിന്റെ കയ്യിൽ നിന്നും വിടുവിക്കും. അതെ, നെബൂഖദ്നേസർ രാജാവ് സ്വർണബിംബം ഉണ്ടാക്കുന്നു. ആ സ്വർണബിംബത്തെ വണങ്ങാത്ത സകലരെയും എരിയുന്ന തീച്ചൂളയിൽ ഇട്ടുകളയണമെന്ന് ഉത്തരവിടുന്നു. ആ ഉത്തരത്തെ ശദ്രക്കും മേശക്കും അബേദ്നെഗോഗും നിരസിക്കുന്നു. അതുകൊണ്ട് നെബൂഖദ്നേസർ രാജാവ് അവരെ എരിയുന്ന തീച്ചൂളയിൽ ഇടുവാൻ ഉത്തരവിടുന്നു. അതെ, സാധാരണ തീച്ചൂള ചൂട് പിടിപ്പിക്കുന്നതിലും ഉപരിയായി 7 പ്രാവശ്യം ഇരട്ടിയായി ചൂട് പിടിപ്പിച്ച് അവരെ അതിലേക്ക് ഇട്ടുകളയുവാൻ ഉത്തരവിടുന്നു. അതെ, സ്വർഗത്തിലെ ദൈവം അവരെ അതിൽ നിന്നും എരിയുന്ന തീച്ചൂളയിൽ നിന്നും വിടുവിക്കുന്നതാണ് സംഭവം. അതെ, എന്നെ കേൾക്കുന്ന ദൈവവൈതങ്ങളെ, ദൈവത്തെ സേവിക്കാൻ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും നമുക്ക് പ്രതികൂലങ്ങൾ ഉണ്ടാവാമെന്നല്ല, ഉണ്ടാകും. സ്തോത്രം. പക്ഷെ ഇവയെല്ലാറ്റിൽ നിന്നും എൻ്റെ സ്വർഗത്തിലെ ദൈവം വിടുവിപ്പാൻ ശക്തനാണ്. ശദ്രക്കിനെ, മേശക്കിനെ, അബേദ്നെഗോഗിനെ വിടുവിച്ച നമ്മുടെ യേശുപ്പൻ നാലാമനായി നമ്മുടെ ജീവിതത്തിൽ മേലും ഇറങ്ങി നമ്മളെ വിടുവിപ്പാൻ ശക്തനാണ്. ഇന്ന് എത്ര പേര് വിശ്വസിക്കുന്നു? എത്ര പേര് തിരിച്ചറിയുന്നു? സ്തോത്രം. സാധാരണ ഒരു വ്യക്തിയെക്കാട്ടിലും 7 മടങ്ങായിരിക്കാം കൂടുതൽ നമ്മൾ അനുഭവിക്കുന്ന പ്രതികൂലം. അതെ, ശദ്രക്കിനും മേശക്കിനും അബേദ്നെഗോഗിനും ഉണ്ടായതെന്താ? അവരുടെ പ്രതികൂലം 7 മടങ്ങ് വർദ്ധിച്ചിരിക്കുക. സാധാരണ യൂഷ്വലിയുള്ള കാര്യത്തിൽ നിന്നും വ്യത്യസ്തമായ ശിക്ഷയാണ് രാജാവ് അവർക്ക് കൊടുത്തത്. പക്ഷെ നാലാമനായി ഇറങ്ങുന്ന ഒരു ദൈവമുണ്ട്. കർത്താവിന് വേണ്ടി നിന്ന് കഴിഞ്ഞാൽ കർത്താവ് ആരെയും കൈവിടത്തില്ല. നിങ്ങളുടെ പ്രതിസന്ധി, നിങ്ങളുടെ പ്രതികൂലം എന്ത് തന്നെ ആയിരിക്കോട്ടെ, സ്തോത്രം. ശദ്രക്കിനെയും മേശക്കിനെയും അബേദ്നെഗോഗിനെയും തീച്ചൂളയിൽ നിന്നും വിടുവിച്ച ദൈവം നിങ്ങൾ അനുഭവിക്കുന്ന, ഇപ്പോൾ പൊക്കൊണ്ടിരിക്കുന്ന തീച്ചൂളയുടെ അനുഭവത്തിൽ നിന്ന് ഇന്ന് പകലിൽ കർത്താവ് വിടുവിച്ചിരിക്കും, വിശ്വസിക്കുന്നെങ്കിൽ. സ്തോത്രം. അതെ, അതിന്റെ 21-ാം വാക്യം 23-ാം വാക്യം ഇങ്ങനെ കാണുന്നു: ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോഗ് എന്ന 3 പുരുഷന്മാരെ ബന്ധിക്കപ്പെട്ടവരായി എരിയുന്ന തീച്ചൂളയിൽ അവർ വീണു. പക്ഷേ രാജാവ് അതിശയിച്ചു പോയി. എന്തുകൊണ്ടാ? നാലാമനായി ആരാ നിൽക്കുന്നത്? അതെ, നാലാമനായി നിൽക്കുന്ന ആരാ? അവർക്കൊന്നും സംഭവിക്കുന്നില്ലോ. നമ്മൾ 3 പേരെയല്ലേ തീച്ചൂളയിൽ ഇട്ടത്? ഈ നാലാമനാരാ? അതെ, സ്തോത്രം. ശത്രു പകച്ചു പോകുന്ന അളവിൽ, ശത്രു ആശ്ചര്യപ്പെടുന്ന അളവിൽ ആ സ്വർഗം നിങ്ങളുടെ ജീവിതത്തിന്മേൽ അത്ഭുതം ചെയ്യുവാൻ പോകുന്നത്. ആ തീച്ചൂള നിന്നെ വിഴുങ്ങിക്കളയത്തില്ല. തീച്ചൂള നിന്നെ കൊന്നുകളയത്തില്ല. തീച്ചൂളയുടെ അനുഭവം എന്ത് തന്നെ ആയിക്കോട്ടെ, ആ രോഗം നിന്നെ കൊന്നുകളയത്തില്ല. ആ പ്രതികൂലം നിങ്ങളെ ഇല്ലായ്മ ചെയ്യത്തില്ല. നാലാമനായി നിങ്ങളുടെ ആ തീച്ചൂളയുടെ അനുഭവത്തിൽ ഇറങ്ങുന്ന ഒരു ദൈവമുണ്ട് കേട്ടോ. നാലാമനായി ദൈവം പ്രത്യക്ഷനാകുവാൻ പോകുന്നു. ഏൽപ്പിച്ചു കൊടുത്താട്ടെ, കംപ്ലീറ്റായി ഏൽപ്പിച്ചു കൊടുത്താട്ടെ. ശദ്രക്കിനെയും മേശക്കിനെയും അബേദ്നെഗോഗിനെയും ഇന്ന് രാത്രിയിൽ ഒന്ന് എടുത്തു പഠിച്ചാട്ടെ. അവർ പൊട്ടന്മാരെ പോലെ അവർ വിശ്വസിച്ചു. വിടുവിച്ചാലും വിടുവിച്ചില്ലേലും ഞങ്ങൾ ഞങ്ങളുടെ ദൈവത്തെ തള്ളിപ്പറയത്തില്ല. അത്ര പ്രാഗൽഭ്യം അവർക്ക് എവിടുന്ന് കിട്ടി? അതെ, കർത്താവിന്റെ സന്നിധിയിൽ ഇരിക്കുന്നവരെ കേട്ടോ. ദൈവസന്നിധിയിൽ ഇരുന്ന് കഴിഞ്ഞാൽ അതിനുള്ള പ്രാഗൽഭ്യം, അതിനുള്ള ധൈര്യം, അതിനുള്ള ബോൾഡ്നെസ് ദൈവം നമുക്കും തരുമെന്നേ. പ്രതികൂലങ്ങളെ കണ്ട് നമ്മൾ ഭയപ്പെടത്തില്ല. വിടുവിച്ചാലും ഇല്ലേലും ഞങ്ങളുടെ ദൈവത്തെ തള്ളിപ്പറയും ഞങ്ങൾ തയ്യാറല്ലെന്ന് അവർ ചങ്കുറ്റത്തോടെ പറയണമെങ്കിൽ എങ്ങനെ അവർക്ക് ആ ധൈര്യം കിട്ടി? കർത്താവിന് വേണ്ടി കർത്താവിന്റെ പാദപീഠത്തിൽ ഇരിക്കുന്നവരായിരുന്നു അവർ കേട്ടോ. അങ്ങനെയെങ്കിൽ ഇന്ന് പകലിലും നമ്മൾ തീരുമാനമെടുത്താട്ടെ, ദൈവസന്നിധിയിൽ ഇരിപ്പാൻ ഒന്ന് തീരുമാനമെടുത്താട്ടെ. ഇരിക്കുന്നവരെ നിശ്ചയമായിട്ടും വിടുവിക്കും. പ്രാർത്ഥന നമ്മുടെ സ്വഭാവമായിരിക്കണം, വചനധ്യാനം നമ്മുടെ സ്വഭാവമായിരിക്കണം. അതെ, ശത്രു പറഞ്ഞു. എങ്ങനെയാ പറഞ്ഞത്? ആരാ ഇട്ടത്? രാജാവാണ് എരിയുന്ന തീച്ചൂളയിൽ ഇടുവാൻ ഉത്തരവ് കൊടുത്തത്. രാജാവ് പറയുവാൻ ഇടയായി. അതിന്റെ 29-ാം വാക്യത്തിന് ഇങ്ങനെ കാണുന്നു: ഈ വിധത്തിൽ വിടുവിപ്പാൻ കഴിയുന്ന മറ്റൊരു ദൈവം ഇല്ലായകൊണ്ട് ഏതു ജാതിക്കാരിലും വംശക്കാരിലും ഭാഷക്കാരിലും ആരെങ്കിലും ശദ്രക്കിന്റെയും മേശക്കിന്റെയും അബേദ്നെഗോഗിന്റെയും ദൈവത്തിന് വിരോധമായി വല്ല തെറ്റും പറഞ്ഞാൽ അവനെ കഷ്ണമായി ശകലിക്കുകയും അവന്റെ വീട് കുപ്പക്കുന്നാക്കുകയും ചെയ്യുമെന്ന് ഞാനൊരു വിധി കൽപ്പിക്കുന്നു. ആമേൻ, സ്തോത്രം. ആരാ ഉത്തരവിട്ടത് തീച്ചൂളയ്ക്കകത്തിടാൻ?
ആ വ്യക്തിയെ കൊണ്ട് തന്നെ നിയമം തിരുത്തി കുറിച്ചു. സ്തോത്രം. നമ്മുടെ വാഴ്ത്തപ്പെട്ട നമ്മുടെ യേശുപ്പനെ കരങ്ങൾ ഉയർത്തി ഇന്ന് പകലിൽ ഒരു നല്ല മഹത്വം കൊടുത്താട്ടെ. നിങ്ങളും എരിയുന്ന തീച്ചൂളയുടെ അനുഭവത്തിൽ കൂടെ കടന്നു പോകുന്ന വ്യക്തിയാണ് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ, നിങ്ങളെ ആ തീ തകർത്ത് കളയത്തില്ല, നിങ്ങളുടെ ആ തീ കൊന്നുകളയത്തില്ല. അതിൽ നിന്നും സ്വർഗത്തിലധികം ഇന്ന് ഈ പ്രഭാതത്തിൽ വിടുവിച്ചിരിക്കും. വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞൊന്ന് ഏറ്റെടുത്താട്ടെ. വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞൊന്ന് സ്തോത്രം ചെയ്തു തുടങ്ങാട്ടെ. സ്തോത്രം ചെയ്തു തുടങ്ങിയാട്ടെ, ഒന്ന് ഏറ്റെടുത്തു തുടങ്ങിയാട്ടെ. സ്വർഗത്തിലധികം നിങ്ങൾ അനുഭവിക്കുന്ന ഏത് പ്രതികൂലമായിരിക്കുന്ന സാഹചര്യമാണെങ്കിലും ഇന്ന് ഈ പകലിൽ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ആ പ്രതികൂല സാഹചര്യങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ മാറുവാൻ പോകുന്നു. തീച്ചൂളയുടെ അനുഭവത്തിൽ നിന്നും രക്ഷിക്കുവാൻ സ്വർഗം ഇറങ്ങുന്നു, യേശുപ്പൻ ഇറങ്ങുന്നു. നിങ്ങൾ തകർന്നു പോകത്തില്ല, നിങ്ങൾ ക്ഷീണിച്ചു പോകത്തില്ല. കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവേ, നൽകി തന്ന അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിനിട്ട് നന്ദിയോട് സ്തുതിക്കുന്നു. അടിയനെ കേട്ടുകൊണ്ടിരുന്നവർ ആരെങ്കിലും ഏതെങ്കിലും പ്രതികൂലത്തൂടെ കടന്നു പോകുന്നെങ്കിൽ, സ്വർഗത്തിലെ പിതാവേ, നാലാമനായി ആ തീച്ചൂളയുടെ മധ്യയെ സ്വർഗമിറങ്ങി ശദ്രക്കിനെയും മേശക്കിനെയും അബേദനഗോഗിനെയും വിടുവിച്ചു. അങ്ങനെയെങ്കിൽ ഇന്ന് ഈ പകലിൽ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്നവരെ സ്വർഗം അവരുടെ കഷ്ടത്തിൽ നിന്ന്, അവരുടെ പ്രയാസത്തിൽ നിന്ന് ഇന്ന് ഈ പ്രഭാതത്തിൽ മേൽ വിടുവിക്കുവാൻ പോകുന്നതിനിട്ട് നന്ദി. കർത്താവ് അവർക്കൊരു സ്വസ്ഥതയെ കൊടുക്കുന്നതിനിട്ട് നന്ദി. സ്വർഗം അത്ഭുതം ഇന്ന് ഈ പ്രഭാതത്തിൽ ചെയ്തിട്ട് നന്ദി പറയുന്നു. സകല മാനുമോത്വം എന്റെ യേശുപ്പൻ, ഇയാൾക്ക് ആ ജീവൻ തന്ന യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവം ഏവരെയും സമൃദ്ധിയായി ധാരാളമായി അനുഗ്രഹിക്കട്ടെ.